ഈ നാട്ടിലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ധനകാര്യത്തെ നിയന്ത്രിച്ചിരുന്ന, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും ബഹുമാനിയായിട്ടുള്ള, ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ നാട്ടിലെ ഏറ്റവും അധികം ആളുകൾ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബാങ്കുകളുടെ മാനേജർമാർ, പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതിലുപരിയായി നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട ധനകാര്യ രംഗത്തെ കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ എന്ന നിലയിൽ ഏറ്റവും അധികം ആളുകൾ ബഹുമാനിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുടെ മുന്നിലാണ് ഞാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ അംഗീകാരവും ആദരവുമായിട്ട് ഇത് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാരവാഹികൾ എന്നെ സമീപിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് മാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്നും ആവശ്യമായ, ഒരുപക്ഷെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാത്ത തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത് എന്ന് മാത്രം. പഴയ കാലങ്ങളിൽ അന്നത്തെ ബേസിക് പേയുടെ പകുതി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒട്ടും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെ ഭൂമിയിൽ ഒരു മാറ്റവും വരുന്നില്ല. DA മാത്രമാണ് കൂടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിന് മാറ്റം വരുത്താൻ കഴിയണം. പക്ഷെ കാലഘട്ടത്തിനൊരു മാറ്റം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നതോടുകൂടി ICICI ആയാലും HDFC ആയാലും ധാരാളം പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട്. അപ്പൊ ഈ മേഖല തന്നെ തമ്മിൽ മത്സരിക്കുന്ന വലിയ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ലാഭം കൊയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്നവർ മത്സരിക്കുന്നത്. ഏറ്റവും മുന്നിലെത്തുക എന്ന് മാത്രമാണ്. സാമ്പത്തിക ലാഭമുണ്ടാക്കി മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും? അപ്പൊ സ്വാഭാവികമായും അതിനകത്തിരിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. ഒന്നാമതെല്ലാം ഇപ്പൊ കോൺട്രാക്ട് ബേസിസിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലെ പോലെ ജീവിതം ഒരു ബാങ്കിൽ ആരംഭിച്ചാൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ കയറി അത് കഴിഞ്ഞ് അതിലെ ചീഫ് മാനേജറായിട്ടും അത് കഴിഞ്ഞ് വേണമെങ്കിൽ AGയുമായിട്ടും അല്ല AGയും അതുപോലെ തന്നെ DM ഒക്കെ ആയിട്ട് മാറുമ്പോൾ, സോണൽ മാനേജറും ഒക്കെ ആയിട്ട് മാറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ജനറൽ മാനേജറും കഴിയുന്ന ഒരു കാലഘട്ടം. പക്ഷെ എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, ലൈഫ് സെക്യൂർഡ് ആണ് എന്നൊരു ധാരണയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര ദയനീയമായ കുറെ ആളുകൾ, അധികം ആളുകൾ ഇപ്പോഴും ഈ വിഭാഗത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. 10-30 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത് വരുമ്പോഴും ആരോഗ്യപരമായി ഭംഗിയായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു രാജ്യത്തിനും പരിസരത്തുള്ള ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ് നമ്മുടെ ലൈഫ് സ്പാന്റെ ഇത്രയും നീട്ടം. ഇത്രയും ദീർഘമായ ഒരു ലൈഫ് സ്പാൻ കിട്ടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്റെ വിശ്വാസം അത് ഇന്നലെ ഉണ്ടാക്കിയതല്ല. 47-ന് ശേഷം ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗത്ത് അത്ഭുതകരമായ മാറ്റം രാജ്യത്തെമ്പാടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ